വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. വലിയ നോമ്പ്. ആരാധനാ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോനാഥനെ ഞാൻ പലപ്പോഴും ഇപ്രകാരം കാണുന്നു. ചമ്മട്ടിയടിക്ക് ശേഷം കർത്താവിനെ പിടിച്ച് മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. അങ്ങനെ അവർ അതെടുത്തപ്പോൾ അവിടുത്തെ മുറിവുകളെല്ലാം വീണ്ടും തുറക്കപ്പെട്ടു. പിന്നീട് അവർ വൃത്തികെട്ട് കീറിപ്പറഞ്ഞ ചുവന്ന ഒരു പുറങ്കുപ്പായം കർത്താവിൻ്റെ തുറക്കപ്പെട്ട മുറിവുകളുടെ മേലിട്ടു. ചില സ്ഥലങ്ങളിൽ ആ പുറങ്കുപ്പായം ഒരു തടിക്കഷ്ണത്തിൽ അവർ അവിടത്തെ ഇരുത്തി. മുൾക്കിരീടം നെയ്തെടുത്ത് അവിടുത്തെ തിരുശിരസിൽ വച്ചു. ഒരു ഞാങ്ങണ അവിടുത്തെ കയ്യിൽ കൊടുത്തു. രാജാവിൻ്റെ മുമ്പിൽ എന്ന പോലെ അവിടുത്തെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവർ അവിടുത്തെ പരിഹസിച്ചു. ചിലർ അവിടുത്തെ മുഖത്ത് തുപ്പി. മറ്റു ചിലർ ഞാങ്ങണ വാങ്ങി അതുകൊണ്ട് അവിടുത്തെ തലയിലടിച്ചു. വേറെ ചിലരാകട്ടെ അവിടുത്തെ അടിച്ചു വേദനിപ്പിച്ചു. ഇനിയും ചിലർ അവിടുത്തെ മുഖം മൂടിക്കൊണ്ട് മുഷ്ടി കൊണ്ടിടിച്ചു. ഈശോ ഇതെല്ലാം ശാന്തതയോടെ സഹിച്ചു. ആർക്കവിടുത്തെ മനസ്സിലാക്കാനാകും? ആർക്കവിടുത്തെ സഹനം മനസ്സിലാക്കാൻ സാധിക്കും? ഈശോ കണ്ണുകൾ താഴ്ത്തി നിന്നു. ആ സമയത്ത് ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സമയത്ത് ഈശോ സഹിച്ചതെന്തെന്ന് ഓരോ ആത്മാവും ധ്യാനിക്കട്ടെ. കർത്താവിനെ അവഹേളിക്കുന്നതിൽ അവർ പരസ്പരം മത്സരിച്ചു. ഞാൻ ചിന്തിച്ചു, എവിടെ നിന്ന് മനുഷ്യന് ഇത്ര പക ലഭിക്കുന്നു? പാപം വഴി ഇത് സംഭവിക്കുന്നു. സ്നേഹവും പാപവും പരസ്പരം കണ്ടുമുട്ടുന്നു. മറ്റൊരു സിസ്റ്ററുമൊത്ത് ഒരു പ്രത്യേക പള്ളിയിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും പ്രഭാവവും ഞാൻ അനുഭവിച്ചു. ദേവാലയം മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. അവിടുത്തെ പ്രഭാവം എന്നെ ആവരണം ചെയ്തു. അത് എന്നെ ഭയപ്പെടുത്തിയെങ്കിലും ആനന്ദത്താലും സമാധാനത്താലും ഞാൻ നിറഞ്ഞു. ഒന്നിനും അവിടുത്തെ തിരുമനസ്സിനെ എതിർക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഓ, ആരാണ് നമ്മുടെ ദേവാലയങ്ങളിൽ വസിക്കുന്നതെന്ന് എല്ലാ ആത്മാക്കളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വിശുദ്ധ സ്ഥലങ്ങളിൽ ഇത്രമാത്രം അവഹേളനങ്ങളും അതിക്രമങ്ങളും സംഭവിക്കുകയില്ലായിരുന്നു. ഓ, നിത്യവും അഗ്രാഹ്യവുമായ സ്നേഹമേ, ഞാനൊരു കൃപയ്ക്കായി അങ്ങയോട് യാചിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള പ്രകാശത്താൽ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. എല്ലാ വസ്തുക്കളെയും അതിൻ്റെ മൂല്യത്തിനനുസരിച്ചറിയാനും വിലമതിക്കാനും എന്നെ സഹായിക്കണമേ. സത്യം അറിയുമ്പോഴാണ് ഞാൻ ആത്മാവിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത്.